ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും എനിക്ക് നേടിത്തന്ന അനുഗ്രഹത്തെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ നന്ദി പറയുവാണ്. എൻ്റെ പേര് ഫെബിന. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. എനിക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ ലഭിച്ചതിനെ പറ്റിയുള്ള സാക്ഷിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. 16/8/2025 ഞാൻ എൻ്റെ ട്രഡീഷണലായിട്ടുള്ള ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. അതിനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ PT +2 കഴിഞ്ഞ് തന്നെ എനിക്ക് വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ PT എക്സാമിന് വേണ്ടിയിട്ട് ഞാനൊരു കൊച്ചിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നായിരുന്നു. അവിടെ വെച്ച് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ സ്കോർ എനിക്ക് വളരെ കുറയുമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എനിക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാനൊക്കെ തന്നെ. പക്ഷേ എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസിൽ ഞാൻ അങ്ങനെ നിൽക്കുമായിരുന്നു. എനിക്കിത് പറ്റും, കുറേ സമയം എടുത്താലും എനിക്കിത് ചെയ്യാൻ പറ്റും, ഇത് തീർക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ എൻ്റെ ബാങ്ക് ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. ഞാൻ ഒരു പ്രാക്ടീസും അന്ന് ചെയ്തിരുന്നില്ല. ഒരു ദിവസമേ പ്രാക്ടീസ് ചെയ്യാതിരുന്നുള്ളൂ. പിന്നീട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തിരിച്ച് വന്ന് എൻ്റെ മോക്ക് ടെസ്റ്റ് എടുക്കുവാണ്. അപ്പോൾ ഞാൻ അന്നേ വരെ ഞാൻ ഒരു മാർക്കിലെത്തിച്ചായിരുന്നു, അതിൽ കുറയരുതായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് എനിക്ക് നന്നായിട്ട് കുറഞ്ഞുപോയി. അന്ന് ഞാൻ നന്നായിട്ട് തകർന്നു പോയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാനപ്പോൾ വിചാരിച്ചു ഞാൻ ഡ്രോപ്പ് ചെയ്ത് എനിക്ക് പറ്റില്ല, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാണ്, എൻ്റെ സമയം പോവല്ലാതെ എനിക്കിത് കിട്ടില്ല, അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനങ്ങനെ അപ്പോഴാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടീനെ കുറിച്ച് ഓർക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടീനെ കുറിച്ച് കേട്ടിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ആവാം, സമയമുണ്ടല്ലോ, അങ്ങനെ നീട്ടി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അന്ന് ഞാനൊന്നും നോക്കിയില്ല. എനിക്കപ്പോൾ എന്തോ തോന്നിയിട്ട് ഞാൻ എടുത്തു. എൻ്റെ ആവശ്യങ്ങളൊക്കെ അപ്പം എൻ്റെ മനസ്സിൽ എന്തുണ്ടായിരുന്നോ അത് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. അതിനുശേഷം വിത്തൗട്ട് എനി പ്രാക്ടീസ് ഞാൻ തിരിച്ചു പോവുകയാണ്. ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു പോയി വീണ്ടും മോക്ക് ടെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ അന്നേ വരെ ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല. എനിക്ക് ഇതുവരെ കിട്ടാത്ത സ്കോറ് എനിക്ക് വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന് ഒരു കാര്യം ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട, അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വന്നേ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് എനിക്ക് ശാരീരികമായിട്ട് പ്രയാസങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ ഒരവസരത്തിലാണ് ഞാൻ ട്രഡീഷണൽ ഉടമ്പടീനെ കുറിച്ച് അറിയുന്നതും പിന്നീട് ഇവിടെ വന്ന് ഞാൻ എടുക്കുന്നതും. അങ്ങനെ 16/8/2025 ഞാൻ ട്രഡീഷണലായിട്ടുള്ള ഉടമ്പടി എടുക്കുകയാണ്. പിന്നീട് എൻ്റെ ബാങ്ക് ലോണിൻ്റെ ആവശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് ദൈവവചനത്തിൻ്റെ ശക്തിയാലൊക്കെ വചനം എടുക്കുമ്പോൾ ഞാൻ തളർന്നു പോകുമ്പോഴൊക്കെ വചനം എടുത്ത് ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്കൊരു ജീവൻ കിട്ടുമായിരുന്നു. ഇതെനിക്ക് മുമ്പോട്ട് പോവാം എന്നുള്ളൊരു വിശ്വാസം കിട്ടുമായിരുന്നു. അപ്പം ഞാൻ PT എക്സാം ആയിരുന്നു പിന്നീട് അടുത്തത്. ഞാൻ PT എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാതാവ് എനിക്ക് ഞാൻ എടുക്കാൻ പോകുന്ന ഡേറ്റും നീ എത്ര വട്ടം എഴുതും, നിനക്ക് കിട്ടാൻ പോകുന്ന മാർക്കും എനിക്ക് മാതാവ് പറഞ്ഞിരുന്നു. 56, 66, 76 എന്നീ 3 അക്കങ്ങളാണ് എനിക്ക് മാതാവ് ഇങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ PT എക്സാമിൽ എനിക്ക് എങ്ങനെ എക്സാം നോക്കാന്നുള്ള രീതിയിൽ ഞാൻ എക്സാം എഴുതി. ആ എക്സാമിന് എനിക്ക് 56 ഓവറോൾ കിട്ടിയത്. പിന്നീട് രണ്ടാമത് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്, നീ മാത്രം തീരുമാനിച്ച പോരാ, നിൻ്റെ പാരൻസിനും കൂടി ചോദിച്ചിട്ട് നീ ഒരു ഡേറ്റ് എടുക്കണം എന്ന് പറഞ്ഞ് മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പപ്പേനെ വിളിച്ച് ചോദിച്ചു, ഞാൻ ഏത് ഡേറ്റാണ് ഇനി എടുക്കേണ്ടതെന്ന്. അപ്പോൾ പപ്പ പറഞ്ഞു 7-ാം തീയതി എടുത്തോ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്നും നോക്കിയില്ല, പപ്പ പറഞ്ഞതല്ലേ 7-ാം തീയതി എടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലും എനിക്കൊരു സംതൃപ്തി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ബൈബിൾ എടുത്തു. ഈശോ എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ എഴുതുന്നുള്ളൂ, അല്ലെങ്കിൽ എഴുതുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ഞാൻ ബൈബിൾ എടുക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ വരും എന്നുള്ളൊരു ബന്ധപ്പെട്ട ഒരു വചനമാണ് എനിക്ക് അന്ന് കിട്ടിയത്. അതുകൊണ്ട് നല്ല വിശ്വാസത്തോടെ തന്നെ ഞാനത്
ബുക്ക് ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആ സമയത്ത് റീഡിങ് മൊഡ്യൂളായിരുന്നു എനിക്ക് ഭയങ്കര പാടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ആ റീഡിങ് മൊഡ്യൂൾ ഞാൻ മാതാവിന് നന്നായിട്ട് മുഴുവനായിട്ട് അങ്ങ് വിട്ടുകൊടുത്തു. അതെനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് മുഴുവനായിട്ട് മാതാവിന് വിട്ടുകൊടുത്തു. അപ്പോൾ എൻ്റെ റിസൾട്ട് വന്നത് 66 എന്നുള്ള സംഖ്യയാണ്. അതായത് മാതാവ് എനിക്ക് രണ്ടാമതായിട്ട് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ എനിക്ക് സീറ്റ് നമ്പർ കിട്ടിയത് 6 എന്നൊക്കെയാണ്. ഇപ്പോൾ മൂന്നാമതായിട്ട് മാതാവ് കാണിച്ചു തന്ന 76-ൽ 7-ാം തീയതി നീ ഡേറ്റ് എടുക്കുന്നു, 6-ാമത്തെ അക്കായിരിക്കും നിൻ്റെ സീറ്റ് നമ്പർ എന്ന് എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ പിന്നീട് എനിക്ക് കിട്ടും, ഇനിയും എനിക്ക് കിട്ടുമായിരിക്കും സ്കോർ എന്ന് വിചാരിച്ചിട്ട് 2 തവണയും കൂടി അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് സ്കോർ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മാതാവ് തന്ന, അതാണ് എനിക്ക് ഏറ്റവും വലിയ സ്കോറായിട്ട് കിട്ടിയത്. മാതാവ് തന്ന സ്കോറിൽ ഞാനൊരു കോഴ്സ് തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു കോഴ്സായിരുന്നു എനിക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത്. ആ കോഴ്സ് ഞാൻ എടുത്തു. ആ കോഴ്സ് ഞാൻ നോക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട യൂണിറ്റ്സും ഞാൻ ആഗ്രഹിക്കുന്ന കുറേ ജോബ്സും അതിൽ എനിക്ക് ആ കോഴ്സ് എടുത്തു കഴിഞ്ഞ് എനിക്ക് കിട്ടുമായിരുന്നു. മാത്രമല്ല എൻ്റെ പാസ്പോർട്ടിലാവട്ടെ, എനിക്ക് കിട്ടിയ വിസ നമ്പറിലാവട്ടെ, എനിക്ക് കിട്ടിയ കോഴ്സിൻ്റെ കോഡിലാവട്ടെ മാതാവിൻ്റെ നമ്പറായിട്ടുള്ള 7ഉം 6ഉം എന്നുള്ള അക്കങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ വിശ്വസിച്ചു അതെനിക്ക് മാതാവ് തന്നതാണ്, അപ്പോൾ ഞാനതിൽ മുൻപോട്ട് പോകാമെന്നുള്ള ഒരു രീതി തന്നെ ഞാൻ വിശ്വസിച്ച് ചെയ്തു. പിന്നെ എനിക്ക് വിസയായിരുന്നു വെക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ കിട്ടാൻ നല്ല പാടാണ്. അപ്പോൾ അതിനു മുമ്പ് പാർട്ട് 2-ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പാർട്ട് 2 ഉള്ള സമയത്ത് എനിക്കൊന്നും വെക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പാർട്ട് 2-ലാണ് വെച്ചത്. പക്ഷേ അവർക്ക് വിസ വരാൻ വേണ്ടി 1.5 മാസമാണ് എടുത്തത്. പക്ഷേ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇപ്പോൾ പാർട്ട് 3-ലേക്ക് ആക്കിയതുകൊണ്ട് നല്ല പാടാണ്, വിസയ്ക്ക് നല്ല ലാഗ് എടുക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്നെങ്കിൽ റിജക്ഷൻ അല്ലെങ്കിൽ ഡിഫർ ചെയ്യും, അടുത്ത ബാച്ചിലേക്ക് കയറാം, അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്നത് എനിക്ക് ഫെബ്രുവരി ഇൻടേക്കിന് പോകണമെന്നാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്നെങ്കിൽ ഡിഫർ അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ റിജക്ഷൻ പ്രതീക്ഷിച്ചാൽ മതി, കിട്ടുന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കണ്ടെന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിച്ചത്. ഞാനും ഇതൊക്കെ കേട്ടപ്പോൾ കുറേ ഡള്ളായിരുന്നെങ്കിലും പിന്നെ ഞാൻ അതൊന്നും ആലോചിച്ചില്ല. ഞാൻ വിസയൊക്കെ മാതാവിന് വിട്ടുകൊടുത്ത കാര്യമാണ്, അത് ഞാൻ ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു രീതി തന്നെ ഞാൻ നിന്നു. ഞാൻ ഫെബ്രുവരി 13-ന് അങ്ങനെ എൻ്റെ വിസ സബ്മിറ്റ് ചെയ്തു. ഫെബ്രുവരി 14-ന് എൻ്റെ വിസ അപ്രൂവ് ആയിട്ട് വന്നു. അങ്ങനെ 19-ാം തീയതി ഞാൻ പോവുകയാണ്. ബാംഗ്ലൂരിൽ വെച്ചാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈശോയെ നന്ദി. ഈശോ. അതുപോലെ ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു സർവീസ് ഉണ്ട്, അവിടെ പോയി ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുത്തെ പേഷ്യൻസിനെ കാണാറുണ്ട്. അന്ന് ഞാൻ അറിയുമ്പോൾ ആ പേഷ്യൻസ് എത്രയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, എൻ്റെ ചുറ്റുമുള്ളവർ എത്രയധികം വേദനിക്കുന്നുണ്ടെന്ന് അതുവരെ മറ്റുള്ളവരെ കുറിച്ച് ഞാനൊന്നും ചിന്തിക്കാറില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടിയിലൂടെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഓരോ അവസ്ഥകൾ ഞാൻ അറിയുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങൾ ഇവിടെ നിന്ന് മേടിച്ച് കൊടുക്കാറുണ്ട്. എല്ലാ മാസത്തെയും എല്ലാ പത്രവും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. ഇതും ഞാൻ ഓസ്ട്രേലിയയിൽ എത്തിയാൽ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ കണ്ടിന്യൂ ചെയ്യും. കുമ്പസാരിക്കാനുള്ളതാണെങ്കിലും ഡെയിലി മാസിനാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ അടുത്ത് തന്നെ ഒരു പള്ളി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനിയും ഉടമ്പടിയായിട്ട് മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ദൈവം എന്നെ സഹായിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. പരിശുദ്ധനായ ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ, നമുക്ക് വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തു തന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മ തൻ്റെ താഴ്മയെ തൃക്കൺ പാർത്തുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഒരു വലിയ കീർത്തനം പാടുന്നതാണ് സ്തോത്രഗാനം. പരിശുദ്ധ അമ്മ ഏറ്റുപാടുന്നത് അങ്ങനെയാണ്: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. നമ്മെ എങ്ങനെയെല്ലാമാണ് പരിപാലിക്കുന്നത്, നമ്മെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതൊക്കെ പ്രവാചകനിലൂടെ
ദൈവം നമ്മോട് അറിയിക്കുകയാണ്, ഞാൻ നിന്നെ എടുത്തുകൊണ്ട് ഞാൻ നിന്നെ ചാഞ്ചക്കമാട്ടും, ഞാൻ നിന്നെ ഓമനക്കുട്ടൻ എന്ന് വിളിക്കും എന്നെല്ലാം ദൈവം വളരെ ലാളിത്യത്തോട് വളരെ വാത്സല്യത്തോടു കൂടി നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന അനുഭവങ്ങളാണ് നാം സാക്ഷ്യങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫെബീന എന്ന ഈ മകൾ വളരെ പ്രതീക്ഷയോടുകൂടെ പഠിക്കുവാനും പരീക്ഷ എഴുതുവാനും വിദേശത്ത് പോകാനുള്ള വലിയ ആഗ്രഹവുമൊക്കെയായി ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് മകൾക്കൊരു വലിയ വ്യത്യാസം ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മകളേറ്റു പറയുന്നത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് എൻ്റെ ഈ വിസ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത്. നമുക്ക് അറിയാം, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നെഞ്ചിൽ ഘടികാരം ചാർത്തിക്കൊണ്ട് സമയം ആയി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ അത്ഭുത അൾത്താരയിലാണ് നാം കയറി നിന്നുകൊണ്ട് ഈശോയ്ക്ക് വാഗ്ദാനം നൽകുകയും ഈശോ നമുക്ക് വാഗ്ദാനങ്ങൾ നിറവേറ്റി തരുന്നതും. ഈ മകളുടെ PTA ടെസ്റ്റിനെ അമ്മ തന്നെ ഡേറ്റ് കൊടുക്കുകയും അവൾക്ക് കിട്ടാനുള്ള മാർക്ക് പോലും അമ്മ കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ സാമീപ്യത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫെബീന പറയുന്നത്, ഞാൻ വചനം വായിച്ചുകൊണ്ടാണ്, വചനം ഹൃദ്യസ്ഥമാക്കിക്കൊണ്ടാണ് ഞാൻ ഓരോ പരീക്ഷകളും അറ്റൻഡ് ചെയ്തിരുന്നത്. പ്രവാചകന്മാരോട് ദൈവം തന്നെ കൊടുക്കുന്നുണ്ട്, നീ ഈ ചുരുൾ ഭക്ഷിക്കുക. ചുരുൾ എന്ന് പറയുന്നത് ദൈവവചനം തന്നെയാണ്. വചനം ഭക്ഷിക്കുമ്പോൾ, വചനം നാം ഹൃദ്യസ്ഥമാക്കുമ്പോൾ, വചനം നാം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വിജ്ഞാനവും ജ്ഞാനവുമാണ്. അത് നാം വിചാരിക്കാത്ത വഴികളിലൂടെ നമ്മുടെ കൈകളും നമ്മുടെ കണ്ണും ചലിക്കുന്നതും നമ്മുടെ പരീക്ഷകളെല്ലാം വിജയകരമായി മാറുന്നതും അത്ഭുതത്തോടെ വിസ്മയത്തോടു കൂടി നാം നോക്കിക്കാണുന്നത് നമുക്ക് തന്നെയും മറ്റുള്ളവർക്കും ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനുമുള്ള ഒരു വലിയ ജീവിതാവസ്ഥയാണ്. ചില പ്രവാചകന്മാർക്കുള്ള അവസ്ഥ, അവർക്ക് വചനം ഭക്ഷിച്ചപ്പോൾ തേൻ പോലെ മധുരിച്ചു. അവിടുത്തെ നിയമങ്ങൾ എനിക്ക് തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മധുരമുള്ളതായിരുന്നു. ചിലർക്ക് വചനം ഭക്ഷിച്ചപ്പോൾ അത് കയ്പോടുകൂടിയാണ്. അവർ വളരെ അപ്സെറ്റാകേണ്ട അവസ്ഥകൾ. അങ്ങനെ വചനം നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ്. പക്ഷേ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൈപിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഈ മകളുടെ വിസ പ്രോസസ്സിങ്ങിലുടനീളം അമ്മയുടെ അടയാളങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴും ഒരു നമ്പർ മകൾക്ക് 7, 6 എന്നുള്ള നമ്പറുകൾ ഈ മകൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ചില കൺഫ്യൂഷനുകൾ ഉണ്ടാകുമ്പോൾ ഇത് അമ്മയുടെ തന്നെ അടയാളമാണോ, എൻ്റെ ഉടമ്പടിയിലുള്ള നിബന്ധനകളും നിയോഗങ്ങളും ഇതിലൂടെ നിറവേറുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു നമ്പർ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും സാന്നിധ്യവും നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ മകൾ ആധ്യാത്മികമായി വളരാൻ സഹായിച്ചു. മകൾക്കൊരു ഫെബീന ഒരു അതർ ഓറിയൻറ്റഡ് പേഴ്സൺ ആകാൻ സാധിച്ചു എന്നാണ് മകൾ ഏറ്റുപറയുന്നത്. മറ്റുള്ളവരെ വളരെ കരുണയോടുകൂടി കാണുവാനും അവരെ പരിചരിക്കുവാനും ഒക്കെയുള്ള വലിയ മനസ്സിൻ്റെ വലിയ തുറവി അവൾക്ക് ലഭിച്ചു. അങ്ങനെ ഏതൊരു ജീവിതാവസ്ഥകളിലും ഒരു ഇൻ്റഗ്രേഷൻ ഈ മകൾക്ക് സാധിച്ചു എന്ന് ഏറ്റുപറയുന്നു. ദൈവവുമായി എനിക്കുള്ള ബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാനം ജീവിതാവസ്ഥകൾ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ മകൾക്ക് ലഭിച്ചു എന്ന് പറയുന്നു. ഈ മകൾ പറയുകയുണ്ടായി, സ്ഥിരീകരണ സമയത്ത്, സാക്ഷ്യ സമയത്ത് മകൾ പറഞ്ഞു, ഒരു സംശയം എന്നോണം ചോദിച്ചു, ഉടമ്പടി പുതുക്കി ഇവിടുന്ന് പോകുന്ന മക്കൾ തിരിച്ചു വരുമ്പോൾ കാര്യസാധ്യതകളെല്ലാം ഉണ്ട്, പക്ഷേ നിങ്ങളുടെ കത്തോലിക്ക ജീവിതം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ കുമ്പസാരം കുറച്ച് ലാഗായിരുന്നു, കാരണം അവിടെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല, ജർമ്മൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള ചില മുടന്ത ന്യായങ്ങൾ പറയുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങൾക്കും ജർമ്മൻ ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും ഉണ്ട്. പക്ഷേ കുമ്പസാരിക്കാനും ദിവ്യബലിയിൽ പങ്കെടുക്കാനും നമുക്ക് ആ ഭാഷ വരുന്നു. അതിനാൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദൈവവുമായുള്ള ബന്ധം ചില ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കുകയാണ്. അതല്ല, ഭൗതിക കാര്യങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഫെബീന ഒരു വലിയ തീരുമാനത്തോടു കൂടിയാണ് ഓസ്ട്രേലിയയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ പോകുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.